ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷിബ് ലൈഫ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ വീണാനെ. അപ്പം ഞങ്ങളില്ല, ഞാൻ മാത്രം. ഞാനും പിന്നെ ഞങ്ങൾക്കൊരു അറിയണ ഒരു ചേച്ചിയുണ്ട് ഇവിടെ, ചേട്ടനും ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി മാത്രമേ ഉള്ളൂ, ഞാനും ചേച്ചിയും കൂടെ ഒരു മോർണിംഗ് വാക്കിലോട്ട് പോവുക വിചാരിച്ചിട്ടാണ്. വെറുതെ ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് വെറുതെ ഇരിക്കുകയാണ്. ചേച്ചി ഇവിടെ ഡിപ്പെൻഡായിട്ട് വന്നതാണ് ചേട്ടൻ്റെ കൂടെ. അപ്പോൾ ചേച്ചിയും ജോലിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സ്ലിപ്പാവോ ഗൈസ്, ഇവിടെ മഞ്ഞായ കാരണം അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ഞായ ഭയങ്കര സ്ലിപ്പാവും എന്നൊക്കെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ കാണാം എല്ലായിടത്തും മഞ്ഞ് കണ്ടിട്ട് ഐസായിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നോക്കി നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം കട്ടപ്പൊക്കെയാണ്, വേറെ ഒന്നും പറയാനില്ല. ഇത് നല്ലൊരു ഡേ ആണ്, നല്ല വെളിച്ചമൊക്കെ ഉണ്ട്, നല്ല സൺറൈസൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഡേ ആണ്. അപ്പോൾ ഞങ്ങളൊന്ന് ചേച്ചി ഞാനും കൂടെ ഒന്ന് വാക്കിന് വിചാരിച്ച് പോവാണ്. നമുക്ക് ട്രാഫിക് ആയ കാരണം നമ്മളെ സിഗ്നലായിട്ടുണ്ട്, നോക്കിയാൽ കാണാം. ഒരു ഗ്രീൻ സിഗ്നൽ. ഇപ്പോൾ വീട് റെഡായ പിന്നെ നമ്മളവിടെ നിൽക്കണം എന്നാണ് ട്രാഫിക് റൂൾ. ഇവിടെ ഇതുപോലെ വീണ്ടും ചെയ്തു കൊടുക്കണം. വണ്ടിയൊക്കെ വന്നാൽ നമ്മളെ കാര്യം കട്ടുപോവുകയാണ്. അപ്പോൾ ഞങ്ങളിന്ന് പോണത് ബസ് പാർക്കിലോട്ടാണ്. ഉച്ച വാക്കിന് പോകാമെന്ന് പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഇരുന്നാൽ നമുക്ക് ബോറടിച്ച് തുടങ്ങും. സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. റൂമിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കായാലും ബോറൊക്കെ അടിച്ച് തുടങ്ങും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടിലൊക്കെ ഇറങ്ങും. എനിക്കിപ്പോൾ ചേച്ചിനെ കിട്ടിയോണ്ട് ചേച്ചി ഞങ്ങളും കുറച്ചായിട്ടുള്ളൂ പരിചയപ്പെട്ടിട്ട്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവർ ഞങ്ങളടുത്ത് തന്നെ ആയിരുന്നു താമസിക്കുന്നത്. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം ഷോപ്പിലോട്ട് പോകുമ്പോൾ അവരെ കണ്ടുമുട്ടിയതാണ്. അവരും അതെ, അവർക്കും ഇവിടെ മലയാളീസിനാരും അറിയില്ലായിരുന്നു. ഞങ്ങൾ വോൾവറാംപ്ടൺ ഈ ഒരു സ്ഥലത്ത് കൂടുതലുള്ളത് എന്താ പറയുക, ഈ പഞ്ചാബികളൊക്കെയാണ്. സിഖ് പഞ്ചാബികൾ, പിന്നെ പാകിസ്ഥാൻ, അങ്ങനെ കുറച്ച് അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലുള്ളത്. ഈ ഒരു ഭാഗത്ത് മലയാളീസ് കുറവാണ്. അപ്പോൾ ഞങ്ങൾക്കങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ചേച്ചിയും ചേട്ടനും ഞങ്ങളെ അടുത്താണ്. അവർ നാട്ടിൽ ട്രിവാൻഡ്രക്കാരാണ്, തിരുവനന്തപുരം ആ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇവിടെ നമ്മളടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. കുറച്ച് പോകാൻ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പം ഞാനും ചേച്ചിയും കൂടെ ഞങ്ങൾ പാർക്കിൻ്റെ ഒരു റോട്ടിൽ മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വീഡിയോ നല്ലോണം ഷേക്കാവുന്നുണ്ട് കയ്യിൽ നിന്ന്. ബിക്കോസ് ഞാൻ രണ്ടും കൂടെ, ഒരു കയ്യിൽ ബാഗും ഉണ്ട്, പിന്നെ ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ട്രൈപോഡ് ഞാൻ ബാഗിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ എടുത്തിട്ടില്ല. കൈ ഭയങ്കര ഫ്രോസ് ചെയ്യും. അതിങ്ങനെ പിടിച്ച് നോക്കാൻ കൈ കടയുന്നതുകൊണ്ട് ഇപ്പോൾ ഞാനത് പെട്ടെന്ന് എടുത്തിട്ടില്ല. റോഡൊക്കെ ക്രോസ് ചെയ്യാണ്ട്, അപ്പോൾ അത് കൈ വെച്ചിട്ടില്ലേ, അതും ഇതെല്ലാം കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് കൈ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഷേക്കിങ് നല്ല ഉണ്ട് തോന്നുന്നത്, നല്ല ഇളകുണ്ട്. ഇന്ന് മെയിനായിട്ട് എന്താ പറയുക, ഞാൻ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. എന്താ പറയുക, ഇവിടെയൊക്കെ കാണാൻ നല്ല വെയിലുള്ളൊരു ദിവസമാണ്. വെയിലൊക്കെ ദിവസമാകുമ്പോൾ നമുക്ക് ഒരു വാക്കിന് പോകണമൊക്കെ നല്ലതാണ്. കൂടുതലും കുറേ വീഡിയോസൊക്കെ എടുക്കാം. തണുപ്പ് കുഴപ്പമില്ല, തണുപ്പില്ല എന്നല്ല, തണുപ്പുണ്ട്. പക്ഷെ നമ്മൾ വെയിലാവുമ്പോൾ നമുക്ക് ഇച്ചിരി ആശ്വാസമാണ്. കുറച്ചൊരു ചൂട് പോലെ ഫീൽ ചെയ്യും, പക്ഷെ നല്ല തണുപ്പാണ്. ഇപ്പം നമ്മൾ പാർക്ക് എത്തിയിട്ടുണ്ട്. ചേച്ചി ആ ലേക്കിൻ്റെ ആ ഭാഗത്ത് നിൽക്കാൻ എന്നോട് പറഞ്ഞത്. ചേച്ചി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മളവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ണാനൊക്കെ ഉണ്ടല്ലോ.
കുറേ കാണുന്നുണ്ടോ? ഇതൊക്കെ ഓടിപ്പോണ്. ഈ ഒരു ഭാഗം ഞങ്ങൾ ഓൾറെഡി വ്ളോഗ് ചെയ്തതാണ്. ഒരു വിധമുള്ള സൈഡൊക്കെ ഞങ്ങൾ ആ വ്ളോഗിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇർഫാനും കൂടെ വന്നപ്പോൾ ചേച്ചിയും ഞാനും കൂടെ ഒരുമിച്ച് ഈ പാർക്കിലോട്ട് ആദ്യമായിട്ടാണ്. ഈ ലൈക്കൊക്കെ ഐസായിട്ടുള്ളതുണ്ടോ? കണ്ടോ? ഐസായിട്ടുണ്ട്. ഐസിൻ്റെ ലെയറായിട്ടാണ് ഇവിടേക്ക് കിടക്കുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. വെള്ളമൊക്കെ ഐസായിട്ടുണ്ട്. ഇത് ഭംഗിയുള്ളൊരു അരയുന്നുണ്ട്. എല്ലാവരും ഇവിടെ ക്യൂ ആയി നിൽക്കാൻ തോന്നുന്നു. എന്താണാവോ? ഐസായതാണാവോ? ഒരാളെ ഇങ്ങനെ നോക്കി വരുന്നുണ്ട്. കണ്ടിട്ട് ഇവിടെ പരിചയം ഉണ്ട് തോന്നുന്നു. ഇതാണ് ഞങ്ങളെ രേഖ ചേച്ചി. ഞാൻ ഇതുവരെ പറഞ്ഞ നമ്മള് സ്വന്തം രേഖ ചേച്ചി. പോവാം. കഴിഞ്ഞ വ്ളോഗില്, കഴിഞ്ഞല്ല ഞങ്ങൾ മുൻപ് ഇട്ടിരുന്ന വ്ളോഗിൽ ഈ ഒരു സൈഡ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അന്ന് പിന്നെ ആൾക്ക് വർക്കൊക്കെ ഉള്ള കാരണം വേഗം ഞങ്ങൾ ഒരു ഭാഗമൊക്കെ സൈഡ് ഇതുള്ള സൈഡൊക്കെ എടുത്തിട്ട് വേഗം ഞങ്ങൾ പോയി. ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സൈഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ മഞ്ഞായ കാരണം ഇപ്പോൾ അവിടെ മേ ബി സമ്മറിൽ ഗാർഡൻസൊക്കെ ഉണ്ടാവും. ആ, നമ്മൾ മറ്റേ ഗേറ്റിലൂടെ ആണോ ഇപ്പോൾ എൻട്രി ചെയ്തത്? ആ ശരി. അപ്പോൾ ഇതൊക്കെ ലൈക്കാണ്, നമുക്ക് കാണാം. ഐസായിട്ട് അതിൻ്റെ മേലെ കൂടിയാണ് അവരൊക്കെ നടന്നു പോകുന്നത്. ചില ഭാഗം നല്ല ഫ്രോസണായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റില്ല തോന്നുന്നു. നടന്നിട്ട് വീണ്ടും വന്ന ആ ഒരു എൻട്രിലോട്ട് എത്തി. ജസ്റ്റ് വലിയൊരു പാർക്കാണത്. നമുക്ക് ജോഗിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഏരിയ ആണ്. ഒരുപാട് നടക്കാനുണ്ട്. ഇത് നമ്മളൊന്ന് ചുറ്റി കറങ്ങി വരുമ്പോൾ തന്നെ നമ്മളൊരു വിധാവും. ഇതൊക്കെ ഒരു ഗാർഡൻ ഏരിയ ആണ്. ഫ്രോസൺ ആയിട്ട് വീഡിയോയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു ഏരിയ. അപ്പോൾ ഇവിടെ ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട്. ഫുൾ ഐസായിട്ടുണ്ട് ടെന്നീസ് കോർട്ടൊക്കെ. ഞാൻ ചെറുതായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാം ഐസുണ്ട്. ചില ഭാഗത്ത് നന്നായിട്ട് ഐസാണ്. ഇതാണ് ടെന്നീസ് കോർട്ട്. ഫുള്ള് നോക്കിയാൽ തന്നെ കാണാം, ഫുൾ ഐസായിട്ടുണ്ട്. ഈ ഒരു ഭാഗം ടെന്നീസ് കോർട്ട്. ഈ ഒരു ഏരിയ ഫ്രോസണായിട്ടുണ്ട്. എനിക്കൊരു ഭംഗി, നല്ലൊരു ഭംഗിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഈ ഒരു ഏരിയ നല്ല രസമുള്ളൊരു ഏരിയ ആണ്. പറഞ്ഞു വന്നപ്പോൾ ചേച്ചിനെ കാണില്ല. ഞാൻ വീഡിയോ ആയിട്ട് നേരെ വന്ന് ചേച്ചി അങ്ങനെ കോളിൽ വരുന്നു. ടെന്നീസ് കോർട്ടിൻ്റെ ഉള്ളിലുണ്ട് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ പോയി കേട്ടോ. ഇവിടെ നല്ല ഫ്ലിപ്പാകുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായാലും
വൈകുന്നത് ഉറപ്പാണ്. അത് ശരി, ചേച്ചി കിടക്കുന്നൊരു എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ല ഞാനവിടെ ഫുള്ള് തെരച്ചില്. നിങ്ങൾ എവിടെ പോയി? ബാങ്കിൽ പോയി പാളം കാണില്ലേ? ഇതിന് തന്നെ എഴുതിയിട്ടുണ്ട് തോന്നുന്നു. അതെ, അറിയില്ല. ഇപ്പൊ തന്നെ കയ്യിൽ നിന്ന് പോയിന്ന് ഗൈസ്. അതെ, ആ ഒരു ഇത് അതിനുള്ളതാണ് സത്യം. എപ്പോ പോയിന്ന് ചോദിച്ചാൽ മതി. നല്ല രസമുണ്ടല്ലേ. ഞാനും ഇർഫാനും കൂടി വന്നപ്പോൾ ഈ ഒരു ഏരിയക്ക് വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ മോർണിംഗ് ആയിരുന്നു വന്നിരുന്നത്. ജസ്റ്റ് വ്ളോഗൊക്കെ എടുത്ത് പിന്നെ മറ്റാൾക്ക് വർക്കിൻ്റെ ഒരു ടൈം ആയപ്പോൾ വേഗം പോയി ഞങ്ങൾ. ചേച്ചി ഓരോന്ന് കാണിച്ചു തരുന്നതാണ് ഏതൊക്കെ എക്സസൈസ് ആണ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഞാൻ രേഖ ചേച്ചിനെ നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇരുന്നിട്ട് ചെയ്യാനാണ് തോന്നുന്നത്. നമ്മൾ പൊങ്ങും തോന്നുന്നു ചേച്ചി ഇരുന്നിട്ട്. ഞാൻ നടക്കുന്ന ഒരു എക്സസൈസ് പോലത്തെ ഒരു ഇതാണ് ഇപ്പം ഞാൻ നിന്നിട്ടുള്ളത്. സത്യം ചേച്ചി പറഞ്ഞത് ജിമ്മിന് പോകേണ്ട പകരം ഇവിടെ വന്നാൽ മതി എന്നാണ്. എനിക്ക് തോന്നുന്നത് കറക്റ്റാണെന്ന്. ചേച്ചി ഓരോന്നിനും പരീക്ഷണത്തിലാണ് എന്തായാലും. നല്ല വെയിലുള്ള ദിവസമല്ലേ? പക്ഷെ മഞ്ഞ് പെയ്യുന്നുണ്ട്. ചേച്ചി കണ്ടോ രാവിലൊക്കെ മഞ്ഞ് പെയ്യുന്നത് കണ്ടിരുന്നോ? രാവിലെ ഇല്ല, ഞങ്ങൾക്ക് പിന്നെ പുറത്ത് വിൻഡോ കൂടി കാണാലോ. വന്നപ്പോൾ കണ്ടില്ലേ നല്ല വെയിലുണ്ട്. എന്നാ നമ്മൾ വെയിലത്ത് മഴ പെയ്യൂലേ അതുപോലെ അവിടെ. പക്ഷെ ഈ ഒരു മഞ്ഞ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ ചേച്ചി. ഞാൻ നാട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി മഞ്ഞ് പെയ്യൂലെന്നാ വിചാരിച്ചത്. പിന്നെ ഓക്കെ, ഒരു ദിവസം മഞ്ഞ് പെയ്തിട്ട് അടുത്ത ദിവസം വെയിലടിക്കും. ആ അതെ, ഇത് ഇങ്ങനെ കുഴപ്പമില്ല. രണ്ടും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒരു സുഖമുണ്ട് രണ്ടും കൂടെ. അന്ന് പിന്നെ വെയിലുണ്ടായിരുന്നില്ല. സത്യം ഞങ്ങൾ രാവിലെ ഇരുന്നും കൂടെ ഒന്ന് നന്ന് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ചെറിയ ചൂട് ഫീൽ ചെയ്യില്ലേ ചേച്ചിക്ക് വെയിലടിക്കുമ്പോൾ? അതെ, കള്ളോ ഞാൻ ഇതിമൂന്ന് ഇറങ്ങട്ടെ. അതെ അങ്ങോട്ട് കാല് അത്ര ഞാൻ ട്രൈ ചെയ്യുന്നത് കണ്ടിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയതാണ്. നല്ലപോലെ മൂവ് ചെയ്തോ. വീണാലും ഊരെ പോവും. നല്ലപോലെ ചെയ്താൽ ഊരൊക്കെ ഒരു എക്സസൈസ് ആയിട്ട് മാറും. കൊള്ളാം. ഞാൻ ഇർഫാൻ വന്നപ്പോ ഈ ഏരിയയിലോട്ട് വന്നിട്ടില്ല കേട്ടോ. അതെ, ജിമ്മിന്റെ അഡ്വർടൈസ്മെന്റ്. അതന്നെ കാർഡിയോവാസ്കുലർ ആൻഡ് മൊബിലിറ്റി ആണ്. സൈക്കിളാണ്. 5 മിനിറ്റ്സ്. ബിഗിനർക്ക് 5 മിനിറ്റ്സ് ആണ്. കണ്ടോ കാണാൻ പറ്റും. വെയിൽ ഡാർക്കാണ്. ഓ അത് ഇരിക്കുന്നതാണോ? നമുക്ക് ഷട്ടിലൊക്കെ മേടിച്ചിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്നതാണ്. ടെന്നീസിൻ്റെ ആ ഒരു ഇതാണ്. നമുക്കാണെങ്കിൽ ഷട്ടിലും കളിക്കാം. പോകാം ചേച്ചി. ആ ഷൂസൊക്കെ ഒരു ഇതായിട്ടുണ്ട്. നല്ല സ്ലിപ്പാവുന്നുണ്ട്. മഞ്ഞായിട്ട് വരുന്ന കുഴപ്പമില്ല. മെൽറ്റ് ചെയ്താലാണ്. അതെ, ഇത് ഇവിടുത്തെ ബാത്റൂമാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ പോകാനുള്ളത്. ഞാൻ അന്ന് വീഡിയോ എടുത്തപ്പോൾ ഞങ്ങളിതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഭാഗത്തേക്കൊന്നും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് പാർക്കിൻ്റെ ഒരു സൈഡാണ്. ഞങ്ങൾ ആ ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പ്ലേ ഏരിയ
അതൊക്കെ ഞങ്ങൾ വീട്ടിലെടുത്തിരുന്നു. ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അത് എന്ത് തരം പട്ടിയാണാവോ? സത്യം. നമുക്ക് ആ പാർട്ടി പോയതാ. പുറകില് സണ്ണുണ്ട്. ആ വന്നോ, ഇപ്പൊ വരും. അതേ പോണോ തിരിച്ചു ഈ ഒരു എക്സ്പീരിയൻസ് ചേച്ചി പറഞ്ഞുതരും. ഈ ഒരു സാധനം എന്തിനാണുള്ളത് ചേച്ചി പറയും. ഇത് കുറച്ച് ഡേഞ്ചറാണ്, ഇത് വീഴുന്നാണ് ചേച്ചി പറഞ്ഞത്. അതായത് അത് അറ്റം പോവും, ഇത് അറ്റം പോവും. പിടിക്കാൻ എന്താ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് എത്ര കാലം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ അത്ര ഒരു പോയിട്ട് തിരിച്ചു വരണം. കൊള്ളാം, എപ്പോൾ വീണ് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിന്മേ നിൽക്കാന്നാണ് ചേച്ചി പറഞ്ഞത്. നിന്നിട്ട് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുന്നാണ് പറഞ്ഞത് ചേച്ചി. അതേ കറങ്ങുന്നുണ്ട്. നിന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കണം, എല്ലാം നിങ്ങൾ വീഴും. അപ്പോൾ ഇത് ഐസായ കാരണം ഞങ്ങൾ നിൽക്കണില്ല, സ്ലിപ്പായി പോകുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു പ്ലേ ഏരിയൻ്റെ വീഡിയോ ഞങ്ങൾ വ്ളോഗിൽ ഇടുന്നുണ്ട്. എൻ്റെ ഫോണിലെ ചാർജ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൽക്കാലത്തിന് വ്ളോഗ് അവസാനിക്കുകയാണ്.